നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കും പാഴായി പോകുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ പറയാൻ ആഗ്രഹിച്ചത് മുഴുവൻ പറയാൻ കഴിയാതെ മറ്റൊരാളുടെ വാദങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിന്നുപോയ നിമിഷങ്ങളുണ്ടോ? ശരി, നിങ്ങളുടെ ഭാഗത്താണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും ഒരു ചർച്ചയിലോ തർക്കത്തിലോ പരാജയപ്പെട്ട് നിരാശയോടെ പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ? ആ നിമിഷങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ഒരു കടലിരമ്പും, പറയാൻ ബാക്കിവച്ച വാക്കുകളുടെ, തെളിയിക്കാൻ കഴിയാതെ പോയ സത്യങ്ങളുടെ ഒരു വേലിയേട്ടം തന്നെ ഉള്ളിൽ അടങ്ങാതെ നിൽക്കും. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? എവിടെയാണ് എനിക്ക് പിഴച്ചത്? ഈ ചോദ്യങ്ങൾ നമ്മളെ തന്നെ കാർന്നു തിന്നാൻ തുടങ്ങും. നമ്മളിൽ ഭൂരിഭാഗം പേരും കരുതുന്നത് നന്നായി സംസാരിക്കാൻ കഴിവുള്ളവർ, ഉച്ചത്തിൽ വാദിക്കുന്നവർ, കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുന്നവർ അവരാണ് എല്ലായ്പ്പോഴും ജയിക്കുന്നത് എന്നാണ്. എന്നാൽ അത് സത്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ സംഭാഷണങ്ങളിലെ വിജയം എന്നത് വാക്കുകളുടെ എണ്ണത്തിലോ ശബ്ദത്തിന്റെ കനത്തിലോ അല്ല, മറിച്ച് അവ ഉപയോഗിക്കുന്ന രീതിയിലാണ്, നിങ്ങളുടെ ബുദ്ധിയുടെയും വിവേകത്തിന്റെയും മൂർച്ചയിലാണ്. ഇവിടെയാണ് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്ന് ആചാര്യ ചാണക്യൻ നമ്മുടെ വഴികാട്ടിയാകുന്നത്. ഒരു സാമ്രാജ്യത്തെ തന്നെ തന്റെ ബുദ്ധി കൊണ്ടും വാക്കുകൊണ്ടും കെട്ടിപ്പടുത്ത ആ മഹാന്റെ തന്ത്രങ്ങൾ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലെ സാധാരണ സംഭാഷണങ്ങളിൽ പോലും എത്രത്തോളം പ്രസക്തമാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ പോവുകയാണ്. ചാണക്യൻ ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ മാത്രമല്ലായിരുന്നു, മനുഷ്യന്റെ മനസ്സിനെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു മനഃശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ ഓരോ സംഭാഷണവും ഒരു യുദ്ധക്കളമാണ്. പക്ഷേ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന യുദ്ധക്കളമല്ല, വാക്കുകളും ചിന്തകളും വികാരങ്ങളും ഏറ്റുമുട്ടുന്ന ഒരിടം. ഇവിടെ ജയിക്കാൻ എതിരാളിയെ കേൾക്കുക എന്നതാണ് ആദ്യത്തെ പടി. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. സംസാരിച്ച് ജയിക്കാനുള്ള ആദ്യത്തെ വിദ്യ സംസാരിക്കാതിരിക്കുക എന്നതാണ്. പകരം ശ്രദ്ധയോടെ കേൾക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു പൂട്ടിയ വാതിൽ തുറക്കാൻ നമ്മൾ എന്താണ് ചെയ്യുക? കയ്യിലുള്ള താക്കോലുകളുടെ കൂട്ടമെടുത്ത് ഓരോന്നായി പരീക്ഷിക്കുകയല്ലേ? ഓരോ താക്കോലും ആ പൂട്ടിന് ചേർന്നതാണോ എന്ന് പരിശോധിക്കും. അതുപോലെയാണ് ഓരോ സംഭാഷണവും. എതിർവശത്തുള്ളയാളുടെ മനസ്സ് ഒരു പൂട്ടിയ വാതിലാണ്. ആ വാതിൽ തുറക്കാനുള്ള താക്കോലാണ് നമ്മുടെ വാക്കുകൾ. എന്നാൽ ആ പൂട്ടിന്റെ ഘടന എന്താണെന്നോ അതിന്റെ രഹസ്യം എന്താണെന്നോ മനസ്സിലാക്കാതെ കയ്യിലുള്ള വാക്കുകളെല്ലാം കൂടി അതിലേക്ക് പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ആ വാതിൽ ഒരിക്കലും തുറക്കില്ല. ഒരുപക്ഷെ ആ താക്കോൽ അതിനുള്ളിൽ കുടുങ്ങിപ്പോയെന്നും വരാം. എന്നാൽ ക്ഷമയോടെ ആ പൂട്ടിനെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് അതിന്റെ ചെറിയ വിടവുകൾ, അതിന്റെ പ്രവർത്തനം, അത് ഏതുതരം താക്കോലാണ് ആവശ്യപ്പെടുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. സംഭാഷണത്തിലെ ശ്രദ്ധയോടെയുള്ള കേൾവി ഇതാണ് ചെയ്യുന്നത്. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ വാക്കുകൾക്ക് മാത്രം കാതോർക്കാതിരിക്കുക. ആ വാക്കുകൾക്ക് പിന്നിലെ വികാരമെന്താണ്? അയാൾക്ക് ഭയമാണോ, ദേഷ്യമാണോ, അതോ അരക്ഷിതാവസ്ഥയാണോ? അയാളുടെ യഥാർത്ഥ ആവശ്യമെന്താണ്? പലപ്പോഴും ആളുകൾ പറയുന്നതായിരിക്കില്ല അയാളുടെ യഥാർത്ഥ പ്രശ്നം. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ സഹപ്രവർത്തകൻ പുതിയൊരു പ്രോജക്റ്റിനെക്കുറിച്ച് പരാതി പറയുന്നു എന്നിരിക്കട്ടെ. ഇതൊന്നും നടക്കില്ല, ഇത് വെറുതെ സമയം കളയലാണ് എന്നൊക്കെ അയാൾ പറയുന്നു. നിങ്ങൾ അയാളോട് തർക്കിക്കാൻ തുടങ്ങിയാൽ, ആ പ്രോജക്റ്റ് എത്ര നല്ലതാണെന്ന് വാദിക്കാൻ ശ്രമിച്ചാൽ ആ സംഭാഷണം എവിടെയും എത്തില്ല. മറിച്ച് നിങ്ങൾ അയാളെ ശ്രദ്ധയോടെ കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും, ആ പ്രോജക്റ്റ് പരാജയപ്പെടുമോ എന്ന ഭയമാണ് അയാളെക്കൊണ്ട് സംസാരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആ പ്രോജക്റ്റിൽ തനിക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല എന്ന ഈഗോയാവാം കാരണം. ഈ യഥാർത്ഥ കാരണം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വാക്കുകൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. നിങ്ങൾക്ക് അയാളുടെ ഭയത്തെ അഭിസംബോധനം ചെയ്യാം, അയാളുടെ ഈഗോയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാം. അപ്പോൾ ഒരു തർക്കം അവിടെ ഇല്ലാതാവുകയും അയാൾ നിങ്ങളുടെ ഭാഗത്തേക്ക് വരികയും ചെയ്യും. ഇതാണ് കേൾവിയുടെ ശക്തി. മറ്റൊരാളുടെ പ്രതിരോധത്തിന്റെ കോട്ടവാതിലുകൾ തുറക്കാനുള്ള ഏറ്റവും മികച്ച താക്കോൽ അവരെ മനസ്സിലാക്കുന്നു എന്നവർക്ക് തോന്നലുണ്ടാക്കുക എന്നതാണ്. ചാണക്യതന്ത്രത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആയുധമാണ് മൗനം. സംഭാഷണത്തിനിടയിലെ നിശബ്ദതയെ നമ്മളിൽ പലരും ഭയക്കുന്നു. ഒരു 5 സെക്കൻഡ് ആരും ഒന്നും മിണ്ടാതിരുന്നാൽ നമുക്ക് അസ്വസ്ഥത തോന്നും. എന്തെങ്കിലും പറഞ്ഞ ആ ശൂന്യതയെ നിറയ്ക്കാൻ നമ്മൾ തിടുക്കം കൂട്ടും. എന്നാൽ ചാണക്യൻ പറയും, മൗനം ബലഹീനതയല്ല, അതൊരു ശക്തി കേന്ദ്രമാണ്. സംഭാഷണത്തിൽ നിങ്ങളുടെ ഊഴം വരുമ്പോൾ ഉടനെ സംസാരിച്ചു തുടങ്ങുന്നതിന് പകരം കുറച്ച് നിമിഷങ്ങളൊന്ന് നിർത്തി ശാന്തമായി മറ്റേയാളുടെ കണ്ണുകളിലേക്ക് നോക്കൂ. ആ ചെറിയ ഇടവേള, ആ മൗനം പലപ്പോഴും മറ്റേയാളെ അസ്വസ്ഥനാക്കും. അവരാലോചിക്കാൻ തുടങ്ങും, ഇയാൾ എന്തു പറയാനാണ് പോകുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയോ എന്ന്. ഈ ചെറിയ അസ്വസ്ഥതയിൽ അവർ കൂടുതൽ സംസാരിക്കാൻ നിർബന്ധിതരാകും. ഒരുപക്ഷെ അവർ ആദ്യം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പോലും വെളിപ്പെടുത്തിയെത്തുവരാം.
ഒരു കുളം പോലെ ആകരുത് നമ്മുടെ മനസ്സ്, എപ്പോഴും കലങ്ങിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന്. ഒരു വലിയ തടാകം പോലെ ശാന്തമായിരിക്കണം. പുറമേ നിന്നൊരാൾ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ആ തടാകത്തിൽ ചെറിയ ഓളങ്ങളുണ്ടാകുമെങ്കിലും അതിൻ്റെ ആഴത്തിലുള്ള ശാന്തതയെ അത് ബാധിക്കില്ല. സംഭാഷണത്തിൽ മറ്റൊരാളുടെ വാക്കുകൾ നമ്മളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കല്ലെറിയുന്നത് പോലെയാണ്. നമ്മൾ ഉടനെ പ്രതികരിച്ചാൽ നമ്മൾ ആ പ്രകോപനത്തിൽ വീണുപോയി എന്നർത്ഥം. എന്നാൽ നമ്മൾ മൗനമായി ശാന്തമായി അതിനെ നേരിട്ടാൽ ആ കല്ല് തടാകത്തിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെ അവരുടെ വാക്കിന്റെ ശക്തി ഇല്ലാതാകും. മൗനം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം തരുന്നു. വികാരങ്ങളുടെ പുറത്ത് പ്രതികരിക്കുന്നതിന് പകരം വിവേകത്തോടെ മറുപടി പറയാനുള്ള അവസരം നൽകുന്നു. ഓർക്കുക, ഏറ്റവും കുറച്ച് സംസാരിക്കുന്നവനല്ല, ഏറ്റവും ശരിയായ സമയത്ത് ശരിയായ വാക്കുകൾ സംസാരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. കേൾവിയിലൂടെ നിങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുന്നു. മൗനത്തിലൂടെ നിങ്ങൾ ചിന്തിക്കാനും ശക്തിയാർജിക്കാനും സമയം കണ്ടെത്തുന്നു. ഇവ രണ്ടുമാണ് ഏതൊരു സംഭാഷണത്തെയും നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനുള്ള ആദ്യത്തെ പടികൾ. ഈ അടിസ്ഥാനം ശക്തമാക്കിയാൽ അടുത്ത പടിയിലേക്ക് കടക്കാം. വാക്കുകളെ എങ്ങനെ ഒരു ആയുധം പോലെ കൃത്യതയോടെ ഉപയോഗിക്കാം എന്നതിലേക്ക്. നിങ്ങൾ മൗനത്തിലൂടെ മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏറ്റവും മൂർച്ചയുള്ള ആയുധമുണ്ട്, നിങ്ങളുടെ വാക്കുകൾ. പക്ഷേ ചാണക്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. അമ്പൊഴിഞ്ഞ വില്ലുപോലെയാണ് നാവൊഴിഞ്ഞ വാക്ക്. ഒരിക്കൽ അത് പുറത്തുപോയാൽ പിന്നെ അതിനെ തിരികെ വിളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ പാഠം ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നതാണ്. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് നമ്മുടെ വാദം തെറ്റായതുകൊണ്ടല്ല, മറിച്ച് ശരിയായ മരുന്ന് തെറ്റായ രോഗിക്ക് നൽകുന്നതുകൊണ്ടാണ്. എല്ലാവരോടും ഒരേ രീതിയിൽ സംസാരിച്ച് ജയിക്കാൻ കഴിയില്ല. ഓരോ മനുഷ്യനും ഓരോ ലോകമാണ്. അവരുടെ സ്വഭാവം, അവരുടെ അഹങ്കാരം, അവരുടെ അറിവ് എന്നിവയൊക്കെ വ്യത്യസ്തമാണ്. ഈ വ്യത്യാസം തിരിച്ചറിയാതെ ഒരേ തന്ത്രം എല്ലാവരിലും പ്രയോഗിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. ചാണക്യൻ ഇതിനെ വളരെ കൃത്യമായി തരംതിരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അത്യാഗ്രഹിയായ ഒരാളെ പണം കൊടുത്ത് വശത്താക്കാം, അഹങ്കാരിയായ ഒരാളെ കൈകൂപ്പി വണങ്ങി വശത്താക്കാം, മണ്ടനായ ഒരാളെ അവൻ പറയുന്നത് ശരിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് വശത്താക്കാം. എന്നാൽ ജ്ഞാനിയായ വിവരമുള്ള ഒരാളെ സത്യം പറഞ്ഞുകൊണ്ട് മാത്രമേ വശത്താക്കാൻ കഴിയൂ എന്ന്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇതെന്താ വഞ്ചനയല്ലേ എന്ന്. അല്ല, ഇത് വഞ്ചനയല്ല, ഇതാണ് പ്രായോഗിക ബുദ്ധി. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളോട് തർക്കിക്കാൻ വരുന്ന ഒരാൾ കടുത്ത ഈഗോ ഉള്ള, താൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്നെന്ന് വിശ്വസിക്കുന്ന ഒരാളാണെന്ന് കരുതുക. അയാളോട് നിങ്ങൾ യുക്തിയും കണക്കും നിരത്തി തർക്കിക്കാൻ പോയാൽ എന്ത് സംഭവിക്കും? അയാളുടെ ഈഗോ ഉണരും. പിന്നെ അതൊരു സത്യം തെളിയിക്കാനുള്ള മത്സരമല്ല, മറിച്ച് ആരാണ് വലിയവനെന്ന് തെളിയിക്കാനുള്ള പോരാട്ടമായി മാറും. അവിടെ നിങ്ങൾക്ക് ജയിക്കാനാവില്ല. പകരം അയാളുടെ അഹങ്കാരത്തെ ഒന്ന് തഴകിക്കൊടുത്തു നോക്കൂ. നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്, നിങ്ങളുടെ അനുഭവസമ്പത്ത് എനിക്കില്ലല്ലോ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞു നോക്കൂ. ആ നിമിഷം അയാളുടെ പ്രതിരോധം തകരും. അയാൾ അയഞ്ഞു തുടങ്ങും. ആ വിടവിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സാധിപ്പിച്ചെടുക്കാം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമുക്കിങ്ങനെ ചിന്തിച്ചാലോ എന്ന് ചോദിച്ചാൽ അയാൾ അത് കേൾക്കാൻ തയ്യാറാകും. കാരണം നിങ്ങൾ അയാളെ ബഹുമാനിച്ചു, അയാളുടെ വലിപ്പത്തെ അംഗീകരിച്ചു. ഇനി ഒരു വിഡ്ഢിയോടാണ് നിങ്ങളുടെ തർക്കമെങ്കിലോ, അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊർജം കളയുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ അതിന് ശ്രമിക്കാത്ത ഒരാളോട് തർക്കിക്കുന്നത് ഒരു പാറക്കല്ലിനോട് സംസാരിക്കുന്നതിന് തുല്യമാണ്. പാറക്കല്ലിന് വേദനിക്കുകയുമില്ല, അത് മാറുകയുമില്ല. തലവേദന നിങ്ങൾക്ക് മാത്രമായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ ചാണക്യൻ നൽകുന്ന ഉപദേശം ഒന്നേ ഉള്ളൂ: തർക്കിക്കാതിരിക്കുക, മൗനം പാലിക്കുക, അല്ലെങ്കിൽ ശരിയാണ് എന്ന് പറഞ്ഞ ആ സംഭാഷണം അവസാനിപ്പിക്കുക. അതൊരു തോൽവിയല്ല, നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കാനുള്ള വിജയമാണത്. സമയം പാഴാക്കാതിരിക്കലാണ് ബുദ്ധിമാന്റെ ലക്ഷണം. എന്നാൽ അറിവുള്ള ഒരാളോട് അല്ലെങ്കിൽ സത്യസന്ധനായ ഒരാളോടാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ കപടതന്ത്രങ്ങൾ ചില്ലവാകില്ല. അവിടെ നിങ്ങൾ സത്യസന്ധനായിരിക്കണം, നിങ്ങളുടെ തെറ്റുകൾ തുറന്നു സമ്മതിക്കണം, യുക്തിഭദ്രമായി കാര്യങ്ങൾ അവതരിപ്പിക്കണം. അവരത് മാനിക്കും. അങ്ങനെ ആര് നിൽക്കുന്നു എന്നതനുസരിച്ച് നിങ്ങളുടെ സംസാര രീതി മാറ്റുക എന്നതാണ് വിജയത്തിലേക്കുള്ള അടുത്ത പടി. ഇനി നമുക്ക് സംഭാഷണത്തിനിടയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടത്തെക്കുറിച്ച് സംസാരിക്കാം. വികാരങ്ങൾ, പ്രത്യേകിച്ച് ദേഷ്യം. ഒരു ചർച്ചയ്ക്കിടയിൽ പെട്ടെന്ന് എതിരാളി നിങ്ങളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറയുന്നു. ആ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ തീ പടരുന്നു, രക്തം തിളയ്ക്കുന്നു, തൊണ്ട ഇടറുന്നു,
പിന്നെ നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് യാതൊരു നിയന്ത്രണവും ഉണ്ടാകില്ല. നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ വിളിച്ചു പറയും, പിറ്റേന്നോർത്ത് പശ്ചാത്തപിക്കും. ഇവിടെയാണ് ചാണക്യൻ പറയുന്നത്, ശത്രുവിന്റെ ബലഹീനതയല്ല, സ്വന്തം ബലഹീനതയാണ് നിങ്ങളെ തോൽപ്പിക്കുന്നത് എന്ന്. ദേഷ്യം വന്നാൽ നിങ്ങളുടെ ബുദ്ധി അവിടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. പിന്നെ പ്രവർത്തിക്കുന്നത് വികാരമാണ്. വികാരം പ്രവർത്തിക്കുമ്പോൾ യുക്തിക്ക് സ്ഥാനമില്ല. യുക്തിയില്ലാത്ത വാക്കുകൾക്ക് ആരെയും ജയിക്കാനാവില്ല. ഇതിനൊരു പരിഹാരമുണ്ട്. സ്വയം ഒരു പാവയായി കാണാതിരിക്കുക. മറ്റുള്ളവർക്ക് വലിക്കാൻ നൂലുകളുള്ള ഒരു പാവ. അവരൊരു ചീത്തവാക്ക് പറയുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുന്നു, അവരൊന്ന് പുകഴ്ത്തുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നു. ഇതിനർത്ഥം നിങ്ങളുടെ റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിലാണെന്നാണ്. അവർ വിചാരിച്ചാൽ നിങ്ങളെ നിയന്ത്രിക്കാം. ഒരു സംഭാഷണത്തിൽ ജയിക്കണമെങ്കിൽ ആ റിമോട്ട് തിരികെ നിങ്ങളുടെ കയ്യിലെടുക്കണം. ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് തിരിച്ചറിയുക. ഓഹോ, ഇയാൾ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുകയാണല്ലേ, ഞാൻ ആ കളിയിൽ വീഴില്ല എന്ന് മനസ്സിനോട് പറയുക. എപ്പോഴാണോ നിങ്ങൾ ശാന്തനായിരിക്കുന്നത്, അപ്പോൾ എതിരാളിക്ക് ഭയം തോന്നും. കാരണം അയാളുടെ ആയുധം ഫലിക്കുന്നില്ല, നിങ്ങൾ കുലുങ്ങുന്നില്ല. ആ നിമിഷം അയാൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടും. ശാന്തതയാണ് ഏറ്റവും വലിയ ശക്തി. കൊടുങ്കാറ്റിലും കുലുങ്ങാത്ത മല പോലെ നിൽക്കുന്നവനെ ആർക്കും വീഴ്ത്താനാവില്ല. ഇനി ഒരു പ്രധാനപ്പെട്ട വിദ്യ കൂടി പറഞ്ഞുതരാം. ചോദ്യങ്ങൾ ചോദിക്കുക. അതെ, ഉത്തരം പറയുന്നതിനേക്കാൾ ശക്തി ചോദ്യം ചോദിക്കുന്നതിനാണ്. സംഭാഷണത്തിൽ ആരാണോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അവരാണ് ആ സംഭാഷണത്തെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വക്കീലന്മാർ കോടതിയിൽ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന്? അവരൊരിക്കലും നേരെ കാര്യങ്ങൾ പറയില്ല. അവർ സാക്ഷികളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യങ്ങളിലൂടെ അവർക്ക് വേണ്ട ഉത്തരം സാക്ഷിയെക്കൊണ്ട് പറയിപ്പിക്കും. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പ്രയോഗിക്കേണ്ടത്. ഒരാൾ വന്ന് നിങ്ങളോട് നീ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നു എന്നിരിക്കട്ടെ. സാധാരണഗതിയിൽ നമ്മൾ എന്തു ചെയ്യും? അല്ല, ഞാൻ ചെയ്തത് ശരിയാണ്, കാരണം എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ തുടങ്ങും. അതോടെ നമ്മൾ പ്രതിക്കൂട്ടിലായി. നമ്മൾ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഷ്ടപ്പെടുകയാണ്. എന്നാൽ ഇതിന് പകരം ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്? ഞാൻ ചെയ്തതിൽ തെറ്റായി തോന്നിയ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ എന്ന്. ഇപ്പോൾ കളി മാറി. ഇപ്പോൾ പന്ത് അവരുടെ കോർട്ടിലാണ്. അവർക്ക് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്നു. അവർ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ യുക്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം, അതങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഇങ്ങനെ ചോദ്യങ്ങളിലൂടെ അവരെക്കൊണ്ട് തന്നെ അവരുടെ വാദത്തിലെ പൊള്ളത്തരങ്ങൾ തുറന്ന് സമ്മതിപ്പിക്കാൻ സാധിക്കും. സോക്രട്ടീസ് എന്ന മഹാനായ തത്വജ്ഞാനി ചെയ്തതും ഇതുതന്നെയായിരുന്നു. അദ്ദേഹം ആരെയും പഠിപ്പിക്കാൻ പോയില്ല. അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ തർക്കിച്ചവർക്ക് തന്നെ ബോധ്യമാകും തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന്. നമ്മൾ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ആളുകൾ പ്രതിരോധിക്കും. എന്നാൽ ചോദ്യങ്ങളിലൂടെ അവരെ ചിന്തിപ്പിക്കുമ്പോൾ ആ ഉത്തരം അവരുടേതു കൂടിയാകുന്നു. അപ്പോൾ അവർ അതിനെ എതിർക്കില്ല. വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നീ എന്ന വാക്കിനു പകരം നമ്മൾ എന്ന വാക്കുപയോഗിക്കാൻ ശ്രമിക്കുക. നീ ഇത് ചെയ്തില്ല എന്ന് പറയുന്നതും നമ്മളിത് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആദ്യത്തേത് ഒരു കുറ്റപ്പെടുത്തലാണ്, രണ്ടാമത്തേത് ഒരു നിർദ്ദേശമാണ്. കുറ്റപ്പെടുത്തലുകളെ ആരും ഇഷ്ടപ്പെടുന്നില്ല. നിർദ്ദേശങ്ങളെ ആളുകൾ സ്വീകരിക്കും. ഭാഷയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങളുണ്ടാക്കും. കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് ഒരു യുദ്ധം ജയിക്കുന്നതിനേക്കാൾ നല്ലത് മൃദുവായ വാക്കുകൾ ഉപയോഗിച്ച് ഒരു സുഹൃത്തിനെ നേടുന്നതാണ് എന്നോർക്കുക. ചാണക്യൻ പറയുന്നത് മധുരമായി സംസാരിക്കുന്നവന് ശത്രുക്കൾ കുറവായിരിക്കുമെന്നാണ്. സത്യം പറയണം, പക്ഷേ അത് പ്രിയമായി പറയണം. അപ്രിയമായ സത്യം പറയുന്നതിനേക്കാൾ മൗനമാണ് നല്ലത് എന്ന് ചില സന്ദർഭങ്ങളിൽ ശാസ്ത്രം പറയുന്നു. അത് കള്ളം പറയാനല്ല, മറിച്ച് സത്യം അവതരിപ്പിക്കുമ്പോൾ കേൾക്കുന്നവന്റെ മനസ്സ് മുറിവേൽക്കാത്ത രീതിയിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പാകത്തിൽ പാകം ചെയ്ത് വിളമ്പണം എന്നാണ്. നമ്മളിപ്പോൾ പഠിച്ചത് സംഭാഷണത്തിന്റെ മധ്യഭാഗത്തെക്കുറിച്ചാണ്. എങ്ങനെ വികാരങ്ങളെ അടക്കി നിർത്താം, എങ്ങനെ ഓരോരുത്തരോടും പെരുമാറണം, ചോദ്യങ്ങളിലൂടെ നിയന്ത്രണം ഏറ്റെടുക്കാം എന്നൊക്കെ. എന്നാൽ ഒരു സംഭാഷണം അതിന്റെ അവസാനത്തോടടുക്കുമ്പോൾ, അതായത് നമ്മുടെ ആവശ്യം അവതരിപ്പിക്കേണ്ട സമയമാകുമ്പോൾ, അവിടെയും ചില സൂത്രപ്പണങ്ങൾ ആവശ്യമാണ്. കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ അല്ലെങ്കിൽ ഒരാളെക്കൊണ്ട് യെസ് എന്ന് പറയിപ്പിക്കാൻ ചില പ്രത്യേക വഴികളുണ്ട്. എന്താണ് ആ വഴികൾ? എങ്ങനെയാണ് ഒരു ഇല്ല എന്ന് പറയാൻ സാധ്യതയുള്ള ഒരാളെക്കൊണ്ട് ഉവ്വ് എന്ന് പറയിപ്പിക്കുന്നത്? സംഭാഷണത്തിന്റെ ക്ലൈമാക്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന
ആ ഘട്ടത്തിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. അവിടെയാണ് യഥാർത്ഥ മാജിക് നടക്കുന്നത്. ഒരു സംഭാഷണത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടക്കുന്നത്. ഇല്ല എന്നുറപ്പിച്ചു പറയാൻ നിൽക്കുന്ന ഒരാളെക്കൊണ്ട് എങ്ങനെ ഊവ് എന്ന് പറയിപ്പിക്കാം? ഇതാണ് പലപ്പോഴും നമുക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ, ശമ്പള വർധനവ് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോട് ഒരാഗ്രഹം പറയുമ്പോൾ ആ നിഷേധത്തെ നമ്മൾ ഭയക്കുന്നു. എന്നാൽ ചാണക്യൻ ഇതിനും ഒരു തന്ത്രം കരുതി വച്ചിട്ടുണ്ട്. ആദ്യം തന്നെ വലിയൊരു കാര്യം ആവശ്യപ്പെടുന്നതിന് പകരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. മനുഷ്യന്റെ മനസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. തുടർച്ചയായി ശരി എന്ന് പറഞ്ഞ് ശീലിച്ചാൽ അടുത്തതിനും ശരി എന്ന് പറയാനുള്ള ഒരു പ്രവണത അതിനുണ്ട്. ഇതിനെ യെസ് സെറ്റ് എന്ന് ആധുനിക മനഃശാസ്ത്രം വിളിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു സുഹൃത്തിനോട് വലിയൊരു തുക കടം ചോദിക്കാൻ പോവുകയാണെന്ന് കരുതുക. നേരെ ചെന്ന് എനിക്കൊരു 10,000 രൂപ തരാമോ എന്ന് ചോദിച്ചാൽ കയ്യിലില്ല എന്ന മറുപടി വരാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ സംഭാഷണം ഇങ്ങനെ തുടങ്ങിയാലോ? ഇന്ന് നല്ല വെയിലാണല്ലേ? സുഹൃത്ത് പറയും, അതെ. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടപ്പോൾ എന്ത് രസമായിരുന്നു അല്ലേ? സുഹൃത്ത് പറയും, അതെ, ശരിയാണ്. നിനക്കെന്നെ സഹായിക്കാൻ എപ്പോഴും മനസ്സാണെന്ന് എനിക്കറിയാം അല്ലേ? അപ്പോഴും സുഹൃത്ത് പറയും, അതെ. ഇങ്ങനെ ചെറിയ ചെറിയ അതേകൾ നേടിയെടുത്ത ശേഷം നിങ്ങളുടെ ആവശ്യം അവതരിപ്പിക്കുമ്പോൾ പെട്ടെന്ന് ഇല്ല എന്ന് പറയാൻ സുഹൃത്തിന് മാനസികമായി ഒരു തടസ്സമുണ്ടാകും. അവരുടെ മനസ്സ് അതേ എന്ന ട്രാക്കിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് ഇല്ല എന്ന് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടാകും. മറ്റൊരു പ്രധാന തന്ത്രമാണ് ലാഭം കാണിച്ചു കൊടുക്കുക എന്നത്. ചാണക്യൻ എപ്പോഴും പറയുമായിരുന്നു, മനുഷ്യൻ സ്വാർത്ഥനാണ് എന്ന്. ഏത് ബന്ധത്തിലും ഏത് സംഭാഷണത്തിലും എനിക്കിതുകൊണ്ട് എന്ത് ഗുണം എന്നൊരു ചിന്ത എല്ലാവർക്കുമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അത് നിങ്ങളുടെ ആവശ്യമായി മാത്രം അവതരിപ്പിക്കരുത്. മറിച്ച് അത് സാധിച്ചു തന്നാൽ അവർക്കെന്ത് ഗുണമുണ്ടാകും എന്നുകൂടി ബോധ്യപ്പെടുത്തണം. ഒരു മുതലാളിയോട് ശമ്പളം കൂട്ടിച്ചോദിക്കുമ്പോൾ എനിക്ക് ജീവിത ചെലവ് കൂടുതലാണ്, അതുകൊണ്ട് ശമ്പളം കൂട്ടണം എന്ന് പറഞ്ഞാൽ മുതലാളിക്കതൊരു ബാധ്യതയായി തോന്നും. എന്നാൽ ഞാൻ ഈ ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്, കമ്പനിയുടെ വളർച്ചയിൽ എനിക്ക് കൂടുതൽ പങ്കുവഹിക്കണം, അതിനെനിക്ക് കുറച്ചുകൂടി സാമ്പത്തിക ഭദ്രത ആവശ്യമാണ് എന്ന് പറഞ്ഞാലോ? അവിടെ മുതലാളി കാണുന്നത് കമ്പനിയുടെ വളർച്ചയാണ്, നിങ്ങളുടെ മാത്രം ആവശ്യമല്ല. അവരുടെ ലാഭം എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന നിമിഷം അവർ നിങ്ങളുടെ കൂടെ നിൽക്കും. സംഭാഷണത്തിൽ എപ്പോഴും വാക്കുകൾക്കപ്പുറത്തുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നിങ്ങളുടെ ശരീരഭാഷ. നിങ്ങൾ പറയുന്ന വാക്കിനേക്കാൾ ശബ്ദമുണ്ടാക്കുന്നത് നിങ്ങളുടെ നിൽപ്പും ഭാവവുമാണ്. ചാണക്യൻ രാജന്മാർക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ ഗാംഭീര്യത്തോടെ ഇരിക്കുന്നതിനെക്കുറിച്ചും കണ്ണിമയ്ക്കാതെ നോക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പോൾ തോളുകൾ കുനിച്ച് കണ്ണുകളിൽ നോക്കാതെ വിറയ്ക്കുന്ന കൈകളോടെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുന്ന സത്യത്തിനും വിലയുണ്ടാവില്ല. മറിച്ച് നട്ടെല്ല് നിവർത്തി നേരെ കണ്ണുകളിൽ നോക്കി ഉറച്ച ശബ്ദത്തിൽ പുഞ്ചിരിയോടെ സംസാരിച്ചു നോക്കൂ. നിങ്ങൾ പറയുന്നതൊരുപക്ഷെ ചെറിയ കാര്യമായിരിക്കും, പക്ഷേ അതിനൊരു രാജകീയ പ്രൗഢി കൈവരും. ആത്മവിശ്വാസമെന്നത് ഒരു കാന്തം പോലെയാണ്. അത് ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ അവരും നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും. ചിലപ്പോൾ സംഭാഷണങ്ങളിൽ നമുക്ക് തെറ്റുപറ്റാം. അത് സ്വാഭാവികമാണ്. നമ്മൾ ആരും സർവജ്ഞരല്ലല്ലോ. തെറ്റുപറ്റിയാൽ അത് ന്യായീകരിക്കാൻ നിൽക്കരുത്. അത് നമ്മുടെ വിശ്വാസ്യത തകർക്കും. ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റി എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുക. അത് ബലഹീനതയല്ല, വലിയൊരു ശക്തിയാണ്. നിങ്ങൾ തെറ്റ് സമ്മതിക്കുമ്പോൾ എതിരാളിയുടെ കയ്യിലെ ആയുധം താഴെ വീഴുന്നു. പിന്നെ അവർക്ക് നിങ്ങളെ ആക്രമിക്കാൻ ഒന്നുമില്ല. മാത്രമല്ല, നിങ്ങളുടെ സത്യസന്ധതയെ അവർ ബഹുമാനിക്കുകയും ചെയ്യും. ഇവൻ തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്നവനാണ്, അതുകൊണ്ട് ഇവൻ പറയുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ടാകും എന്നൊരു വിശ്വാസം അവർക്ക് വരും. ആ വിശ്വാസമാണ് പിന്നീട് ഏത് സംഭാഷണത്തിലും നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം. ഇനി ചാണക്യന്റെ വളരെ തന്ത്രപരമായ മറ്റൊരു പാഠം: രഹസ്യങ്ങൾ സൂക്ഷിക്കുക. സംസാരിച്ചു ജയിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം തുറന്നു പറയുക എന്നല്ല അർത്ഥം. നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് എതിരാളി ഒരിക്കലും അറിയരുത്. മനസ്സിലുള്ളതെല്ലാം നാക്കിലൂടെ പുറത്തുവന്നാൽ നിങ്ങളൊരു തുറന്ന പുസ്തകമായി മാറും. ആർക്കും നിങ്ങളെ എളുപ്പത്തിൽ വായിക്കാം, എളുപ്പത്തിൽ തോൽപ്പിക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ പ്ലാനുകൾ, നിങ്ങളുടെ ബലഹീനതകൾ എന്നിവ സംഭാഷണത്തിൽ വരാതെ സൂക്ഷിക്കുക. കുറച്ച് ദുരൂഹിതം എപ്പോഴും നല്ലതാണ്.
ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയില്ലെങ്കിൽ അവർ നിങ്ങളെ കരുതലോടെ മാത്രമേ സമീപിക്കൂ. സംഭാഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ എപ്പോഴും ഒരു നല്ല ഫീലിംഗ് നൽകി അവസാനിപ്പിക്കാൻ ശ്രമിക്കണം. തർക്കിച്ച് ജയിച്ച് മറ്റേയാളെ നാണം കെടുത്തി വിടുന്നതല്ല വിജയം. അത് ശത്രുവിനെ ഉണ്ടാക്കലാണ്. മറിച്ച് തർക്കത്തിൽ നിങ്ങളുടെ കാര്യം നേടിയാലും പോകുമ്പോൾ അയാൾക്കൊരു കൈ കൊടുത്ത് നല്ലൊരു ചർച്ചയായിരുന്നു എന്ന് പറഞ്ഞു പിരിയുന്നതാണ് ബുദ്ധി. അപ്പോൾ അയാൾക്ക് തോന്നും, ഇവൻ എന്റെ ആശയത്തെയാണ് എതിർത്തത്, എന്നെയല്ല എന്ന്. ആ ബന്ധം അവിടെ മുറിഞ്ഞു പോകില്ല. നാളെയും നിങ്ങൾക്ക് അയാളെ ആവശ്യമായി വരും. അന്ന് ഈ നല്ല പെരുമാറ്റം നിങ്ങൾക്ക് ഗുണം ചെയ്യും. ചാണക്യൻ പറയും, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം, പക്ഷെ അവസാനം ആ മുള്ള് കളയണം, സൂക്ഷിച്ചു വെക്കരുത് എന്ന്. തർക്കം തീർന്നാൽ അതിന്റെ കയ്പും അവിടെ തീരണം. മനസ്സിൽ പക വെച്ചുകൊണ്ട് നടക്കരുത്. ഓർക്കുക, വാക്കുകൾക്ക് മാന്ത്രിക ശക്തിയുണ്ട്. ഒരു വാക്കുകൊണ്ട് ഒരാളെ സ്നേഹിപ്പാനും അതേ വാക്കുകൊണ്ട് ഒരാളെ കൊല്ലാനും സാധിക്കും. ഈ വിദ്യകൾ പഠിക്കുന്നത് ആരെയും തോൽപ്പിക്കാനല്ല, മറിച്ച് ആരും നിങ്ങളെ അന്യായമായി തോൽപ്പിക്കാതിരിക്കാനാണ്. നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാനാണ്. അർഹതപ്പെട്ടത് നേടിയെടുക്കാനാണ്. ഈ അറിവുകൾ വെറുമൊരു അറിവായി സൂക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ചു തുടങ്ങുമ്പോഴാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കേൾക്കുന്നതിന്റെ പ്രാധാന്യം, മൗനത്തിന്റെ ശക്തി, ഓരോരുത്തരെയും കൈകാര്യം ചെയ്യേണ്ട രീതി, ചോദ്യങ്ങളുടെ തന്ത്രം, വികാരങ്ങളുടെ നിയന്ത്രണം, അവസാനം ബന്ധം കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യം വരെ. ഇതെല്ലാം കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ആ ഒരു നിമിഷത്തിൽ ദേഷ്യം വരുമ്പോൾ, പേടി തോന്നുമ്പോൾ ഇതൊക്കെ ഓർത്തെടുത്ത് പ്രയോഗിക്കുക എന്നതാണ് പ്രധാനം. അതിന് നിരന്തരമായ പരിശീലനം ആവശ്യമാണ്. ഓരോ ദിവസവും നമുക്ക് ചുറ്റും ഒരുപാട് സംഭാഷണങ്ങൾ സംഭവിക്കുന്നുണ്ട്. വീട്ടിൽ, ഓഫീസിൽ, കടയിൽ, വഴിയിൽ. ഈ സംഭാഷണങ്ങളിൽ ഓരോന്നും നമുക്കൊരു പരിശീലന സാധ്യതയാണ്. നാം ഇന്നു പറഞ്ഞ വിദ്യകൾ ചെറിയ ചെറിയ സംഭാഷണങ്ങളിൽ നിന്ന് പരിശീലിക്കാൻ തുടങ്ങുക. അപ്പോൾ വലിയ പ്രധാനപ്പെട്ട സംഭാഷണങ്ങൾ വരുമ്പോൾ അത് സ്വാഭാവികമായി ചെയ്യാൻ കഴിയും. ഒരാൾ അധികാരിയായി ജനിക്കുന്നില്ല, പരിശീലനത്തിലൂടെയാണ് പ്രാവീണ്യം നേടുന്നത്. ചാണക്യൻ കൗടില്യം എന്ന തന്റെ ഗ്രന്ഥത്തിൽ വാക്കുകളെ ഒരു രാജ്യത്തെ നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി പരാമർശിക്കുന്നുണ്ട്. യുദ്ധമെന്നത് അവസാന ഉപായമാണ്. ആദ്യം സാമം, സംവാദം എന്നിവയിലൂടെ കാര്യം സാധിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സത്യം. കയ്യൂക്കമടിയും വാക്കുകളുമായി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത്. എന്നാൽ ബുദ്ധിപൂർവവും തന്ത്രപരവുമായി സംസാരിക്കുമ്പോൾ അത്യന്തം വലിയ പ്രതിസന്ധികൾ പോലും തരണം ചെയ്യാൻ സാധിക്കും. ഇതിനൊരു ചരിത്ര ഉദാഹരണം നോക്കാം. നന്ദരാജവംശം ഭരിച്ചിരുന്ന കാലത്ത് ചന്ദ്രഗുപ്ത മൗര്യൻ എന്നൊരു സാധാരണ ബാലൻ മാത്രമായിരുന്നു. ചാണക്യൻ ആ ബാലനിൽ കണ്ടത് ഒരു രാജാവിന്റെ സാധ്യതയായിരുന്നു. പക്ഷേ ഒരു രാജ്യം നേടാൻ വെറും ധൈര്യം മാത്രം പോരാ, വാഗ്വൈദഗ്ധ്യവും നയതന്ത്രവും അനിവാര്യമാണ് എന്ന് ചാണക്യൻ അറിഞ്ഞിരുന്നു. അദ്ദേഹം ചന്ദ്രഗുപ്തനെ പരിശീലിപ്പിച്ചത് ആദ്യം സംസാരിക്കാനായിരുന്നു. എങ്ങനെ സൈനികരോട് സംസാരിക്കണം, എങ്ങനെ മന്ത്രിമാരോട് സംസാരിക്കണം, എങ്ങനെ ജനങ്ങളുടെ മനസ്സു നേടണം എന്നെല്ലാം അലക്സാണ്ടറുടെ സൈന്യവുമായി ഒത്തുചേരാൻ പോലും ചാണക്യൻ തന്റെ വാക്കുകളെയാണ് ആയുധമാക്കിയത്. അങ്ങനെയാണ് ഒരു സാമ്രാജ്യം രൂപപ്പെട്ടത്. വാളുകൊണ്ടല്ല, വാക്കുകൊണ്ട്. നമ്മളും നമ്മുടേതായൊരു ചെറിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയാണ്. ആ സാമ്രാജ്യമെന്നത് നമ്മുടെ കുടുംബമായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കരിയർ തന്നെയായിരിക്കാം. ഈ സാമ്രാജ്യം വളരണമെങ്കിൽ നമ്മുടെ വാക്കുകളെ നാം ശക്തമാക്കണം. ഒരു നല്ല സംസാരിയായി തീരുന്നത് വാക്കുകൾ പോലെ തന്നെ മൗനത്തെയും കുശലമായി ഉപയോഗിക്കാൻ അറിയുന്നതാണ്. ഏത് സമയത്ത് എന്താണ് പറയേണ്ടത് എന്നുള്ള ബോധമാണ് ജ്ഞാനം. സംഭാഷണത്തിലെ മറ്റൊരു പ്രധാന വശം ഉത്സാഹമാണ്. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ ബോധ്യപ്പെടുത്തും? നിങ്ങളുടെ ശബ്ദത്തിൽ ഉത്സാഹവും വികാരവും ഉണ്ടായിരിക്കണം. ഉദാസീനമായി, വികാരം രഹിതമായി സംസാരിക്കുന്ന ഒരാളെ ആരും ഗൗരവമായി എടുക്കില്ല. പക്ഷേ അമിതമായ വികാരപ്രകടനവും അപകടകാരിയാണ്. സമതുലി പാലിക്കുക. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷെ നിയന്ത്രണം നഷ്ടപ്പെടുന്നില്ല എന്നൊരു സന്ദേശം നൽകണം. മറ്റൊരു പാഠം, പ്രശംസയുടെ ശക്തി. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാൻ വേഗമാണ്, പ്രശംസിക്കാൻ മടി കാണിക്കുന്നു. എന്നാൽ ചാണക്യൻ പറയുന്നു, യോഗ്യമായ സ്ഥലത്ത് പ്രശംസ നൽകുന്നത് നിങ്ങളുടെ മാന്യതയെ കൂട്ടും. ആരെയെങ്കിലും പ്രശംസിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങും. അത് സംഭാഷണത്തിന് ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഒരു കുഞ്ഞ് കരയുന്നത് നിർത്താൻ നമ്മൾ അതിനോട് മധുരമായി സംസാരിക്കുന്നത് പോലെ മുതിർന്നവരുടെ ദേഷ്യവും സങ്കടവും ശമിപ്പിക്കാൻ പ്രശംസയ്ക്കും അംഗീകാരത്തിനും കഴിയും. എന്നാൽ പ്രശംസ യാഥാർത്ഥ്യത്തിൽ നിന്നുള്ളതായിരിക്കണം.
കളവായ പ്രശംസകൾ അവഹേളനമായി മാറും. ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും എപ്പോഴാണ് നിങ്ങൾ ആത്മാർത്ഥതയില്ലാതെ സംസാരിക്കുന്നതെന്ന്. അതുകൊണ്ട് ആത്മാർത്ഥമായി മാത്രം പ്രശംസിക്കുക. ഒരാളിൽ നല്ല ഗുണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. എല്ലാ മനുഷ്യരിലും എന്തെങ്കിലും നല്ലതുണ്ടാകും. ആ നല്ലതിനെ തിരിച്ചറിഞ്ഞ് അഭിനന്ദിക്കുക. അത് ആ വ്യക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തമാക്കും. കൂടാതെ ബഹുമാനം നൽകുക. പ്രായത്തിലോ പദവിയിലോ അറിവിലോ നിങ്ങളെക്കാൾ ഉയർന്നവരോട് എപ്പോഴും ബഹുമാനത്തോടെ സംസാരിക്കുക. അത് അവരെ മാത്രമല്ല, നിങ്ങളുടെ സംസ്കാരത്തെയും കാണിക്കുന്നു. നിങ്ങളെക്കാൾ താഴെയുള്ളവരോട് കരുണയോടെ പെരുമാറുക. എല്ലാവരോടും തുല്യതയോടെ സംസാരിക്കാനുള്ള കഴിവാണ് ഒരു മഹാമനുഷ്യന്റെ ലക്ഷണം. ഒരു സ്ഥാനപ്പേരോ പണമോ ഉള്ളതുകൊണ്ട് മാത്രം ആരെയും താഴ്ത്തി കാണരുത്. ഓരോ മനുഷ്യനും അവരുടെ ജീവിത പോരാട്ടമുണ്ട്, അവരുടെ വിലയുണ്ട്. അത് ബഹുമാനിക്കുക. സംഭാഷണത്തിനിടയിൽ എപ്പോഴെങ്കിലും സംഭാഷണം മുടങ്ങുകയും ശൂന്യതയുണ്ടാകുകയും ചെയ്യുമ്പോൾ ആ ശൂന്യതയെ ഭയക്കരുത്. അതൊരു വിശ്രമമാണ്. ആ നിമിഷം ആത്മാർത്ഥമായി പുഞ്ചിരിക്കുക. അടുത്ത വിഷയത്തിലേക്ക് സ്വാഭാവികമായി മാറുക. കുഴപ്പത്തിലായി ആ ശൂന്യത നികത്താൻ വേണ്ടാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങരുത്. ചിലപ്പോൾ ശൂന്യതയാണ് ഏറ്റവും നല്ല മറുപടി. ഇനി നമ്മൾ എന്തിനാണ് ഈ വിദ്യകൾ പഠിക്കുന്നത് എന്നോർക്കണം. കേവലം തർക്കങ്ങളിൽ ജയിക്കാനല്ല, നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ്. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനാണ്. നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനാണ്. ചാണക്യൻ പറഞ്ഞ വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ അത് നല്ലതിനു വേണ്ടി ഉപയോഗിക്കുക. ആരെയെങ്കിലും ചതിക്കാനോ വഞ്ചിക്കാനോ അല്ല ഇത്. മറിച്ച് നമ്മുടെ അഭിപ്രായം അവതരിപ്പിക്കാനും നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നമുക്കർഹമായത് നേടിയെടുക്കാനുമാണ്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാകാം, ഇതെല്ലാം എനിക്ക് സാധിക്കുമോ എന്ന്. ഉത്തരം ഉറച്ച ഹൃദയത്തോടെ പറയുകയാണ്, അതെ, സാധിക്കും. നമ്മിൽ ഓരോരുത്തരിലും മഹത്തായ കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്നു. അവ വെളിപ്പെടുത്താൻ മാത്രം ശ്രമവും അഭ്യാസവും വേണം. ഒരു മൊഴിയിൽ ചാണക്യൻ പറയുന്നത്, സിംഹം ചെറുതായിരിക്കട്ടെ, പക്ഷേ അതൊരു സിംഹം തന്നെയാണ്. നായ വലുതായാലും അത് നായ മാത്രമാണ്. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ സ്വാഭിമാനം, നിങ്ങളുടെ ആത്മവിശ്വാസം എന്നിവയാണ് നിങ്ങളെ നിർവചിക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾ ആ ആത്മവിശ്വാസത്തിന്റെ ദൂതരാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുമ്പോൾ ലോകം നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന് നിങ്ങൾക്കു തന്നെ ബോധ്യപ്പെട്ടാൽ മറ്റുള്ളവർക്കും അത് അനുഭവപ്പെടും. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, മനഃശാസ്ത്രമാണ്. നമ്മുടെ വിശ്വാസം നമ്മുടെ പെരുമാറ്റത്തിലൂടെയും ശബ്ദത്തിലൂടെയും പ്രകടമാകുന്നു. അത് മറ്റുള്ളവർ അവബോധപൂർവം മനസ്സിലാക്കുന്നു. അവസാനമായി ഒരു പ്രധാനപ്പെട്ട ബിന്ദു കൂടിയുണ്ട്. സംഭാഷണമെന്നത് കേവലം വാക്കുകളുടെ കൈമാറ്റമല്ല, അതൊരു വികാര സംവേദനമാണ്. സംഭാഷണത്തിലൂടെ നമ്മൾ സ്നേഹം പങ്കുവയ്ക്കുന്നു, വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഓരോ സംഭാഷണവും നമ്മളെ മറ്റൊരാളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. ആ പാലം ശക്തമായി കെട്ടിപ്പടുത്താൽ അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. അതുകൊണ്ട് ഓരോ സംഭാഷണത്തെയും വിലമതിക്കുക. അത് പ്രധാനപ്പെട്ട ഒരു ബിസിനസ് മീറ്റിംഗ് ആയാലും, സുഹൃത്തുക്കളുമൊത്തുള്ള ഒരു സാധാരണ സംസാരമായാലും, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായുള്ള നിശബ്ദമായ നിമിഷങ്ങളായാലും, വാക്കുകൾക്ക് സൃഷ്ടിക്കാനും നശിപ്പിക്കാനും കഴിയും. അവ രോഗശമനത്തിനും വേദനയ്ക്കും ഉപയോഗിക്കാം. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഏതാണെന്നതാണ് പ്രധാനം. ചാണക്യന്റെ ജ്ഞാനം നമ്മളെ പഠിപ്പിക്കുന്നത് വാക്കുകൾ വെറും ശബ്ദമല്ല, അവ ശക്തമായ ആയുധങ്ങളാണ് എന്നാണ്. ആ ആയുധങ്ങൾ എങ്ങനെ ശരിയായി കൈകാര്യം ചെയ്യാമെന്ന് നമ്മൾ ഇന്ന് പഠിച്ചു. ഇനി ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുക. നാളെ മുതൽ തന്നെ ഓരോ സംഭാഷണത്തിലും ഈ വിദ്യകൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ആദ്യം കേൾക്കുക, ശാന്തത പാലിക്കുക, ബുദ്ധിപൂർവം ചോദ്യങ്ങൾ ചോദിക്കുക, വികാരങ്ങളെ നിയന്ത്രിക്കുക, സത്യസന്ധത പാലിക്കുക, ബഹുമാനം നൽകുക, ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുക. ഈ ലളിത തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളവയാണ്. നൂറ്റാണ്ടുകളായി ഈ തന്ത്രങ്ങൾ രാജാക്കന്മാരും ബുദ്ധിമാനും പ്രയോഗിച്ചിരുന്നു. ഇപ്പോൾ അത് നിങ്ങളുടെ കൈകളിലാണ്. സംസാരിച്ച് ജയിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തോടെയാണ് നമ്മൾ തുടങ്ങിയത്. ഉത്തരം നിസ്സംശയമായും ഉവ്വ്. പക്ഷേ വെറുതെ സംസാരിച്ചുകൊണ്ടല്ല, ബുദ്ധിയോടെ, വിവേകത്തോടെ,
തന്ത്രപരമായി സത്യസന്ധതയോടെ സംസാരിച്ചുകൊണ്ട്. ആചാര്യ ചാണക്യൻ കാണിച്ചു തന്ന വഴി പിന്തുടർന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സാമ്രാജ്യം, നിങ്ങളുടെ സ്വന്തം വിജയം കെട്ടിപ്പടുക്കാൻ കഴിയും. വാക്കുകളാണ് പാലം, ബുദ്ധിയാണ് അടിത്തറ, വിശ്വാസമാണ് തൂൺ. നിങ്ങൾക്കിതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. നിങ്ങളിൽ ആത്മവിശ്വാസം നിറയട്ടെ. ഓരോ ദിവസവും ഒരു പുതിയ അവസരമാണ്. പുതിയ സംഭാഷണങ്ങൾ, പുതിയ ബന്ധങ്ങൾ, പുതിയ വിജയങ്ങൾ. ഈ അവസരങ്ങൾ പാഴാക്കാതെ ചാണക്യന്റെ ജ്ഞാനം കൊണ്ട് സജ്ജമായി മുന്നോട്ടു പോകുക. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ആയുധങ്ങളാണ്. അവയെ മൂർച്ച കൂട്ടുക, അവയെ ബുദ്ധിപൂർവം ഉപയോഗിക്കുക, അവയിലൂടെ ലോകത്തെ കീഴടക്കുക. കാരണം യഥാർത്ഥ വിജയം യുദ്ധത്തിലല്ല, മറിച്ച് മനസ്സുകളെ കീഴടക്കുന്നതിലാണ്. സംസാരിച്ച് ജയിക്കുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം ആളുകളെ തോൽപ്പിക്കുക എന്നല്ല, മറിച്ച് അവരുടെ മനസ്സുകളിൽ ഒരിടം നേടുക എന്നാണ്. ആ ഇടം ഒരിക്കൽ നേടിയാൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്താകും. ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ പഠിച്ചതിന് നന്ദി. ഇനി പുറത്തേക്ക് പോയി ലോകത്തോട് സംസാരിക്കാനുള്ള സമയമായി. നിങ്ങളുടെ ഉള്ളിലെ സിംഹത്തെ ഉണർത്തുക. നിർഭയമായി, ആത്മവിശ്വാസത്തോടെ, ബുദ്ധിപൂർവം സംസാരിക്കുക. ലോകം നിങ്ങളുടെ വാക്കുകൾക്കായി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ശബ്ദമുയർത്തുക, നിങ്ങളുടെ കഥ പറയുക, നിങ്ങളുടെ സത്യം പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് സംസാരിച്ച് ജയിക്കാം. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ഇത്തരം പ്രചോദനാത്മകവും അറിവ് പകരുന്നതുമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓണാക്കുക. അങ്ങനെ പുതിയ വീഡിയോകൾ നിങ്ങൾക്കുടൻ ലഭിക്കും. കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുക. ഈ വിദ്യകൾ നിങ്ങൾ പ്രയോഗിച്ചപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞു തരുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം അവരും ഈ അറിവിൽ നിന്ന് പ്രയോജനം നേടട്ടെ. ഒരുമിച്ച് നമുക്ക് നല്ല സംഭാഷണകർത്താക്കളായി, നല്ല മനുഷ്യരായി മാറാം. നന്ദി, നമസ്കാരം.